എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. CPIM-ന്റെ മുതിർന്ന നേതാവായ AK ബാലൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ആരിഫ് മുഹമ്മദ് ഖാന് ദീർഘായുസ്സും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന്. അദ്ദേഹം ബീഹാറിലേക്ക് പോവുകയാണ്. ഇവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിന് ബീഹാറിലും ചെയ്യാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആരിഫ് ഖാൻ നല്ല ഒന്നാന്തരമായിട്ട് ട്രോൾ ചെയ്ത് വേറെ ആരുമല്ല, അത് AK ബാലനാണ്. AK ബാലൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നല്ല ഒന്നാന്തരമായിട്ട് സർക്കാസത്തോടെ അദ്ദേഹം ആരിഫ് ഖാന് നല്ല ഒന്നാന്തരം വിടവാങ്ങൽ സമ്മാനം കൂടി നൽകിയിട്ടുണ്ട്. AK ബാലൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഗവർണറുടെ കാലാവധി കഴിഞ്ഞത് സെപ്റ്റംബർ 5-നാണ്. 3 മാസവും 20 ദിവസവും കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു കെയർടേക്ക് ഗവർണറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. കേരളത്തിൽ 24 ഗവർണർമാരുണ്ടായിട്ടുണ്ട്. ആ ഗവർണർമാരിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ. കേരളത്തിൻ്റെ 1ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണർമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിലും പാർലമെന്ററി നിയമവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലും എത്രയോ തവണ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ച ഒരാളാണ്. അസംബ്ലി വിളിക്കാൻ തീരുമാനിച്ചാൽ പോലും വിസമ്മതം രേഖപ്പെടുത്തുക, ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള നയപ്രഖ്യാപനം വായിക്കാതിരിക്കുന്നതിനും വായിച്ചാൽ തന്നെ ഭേദഗതികളോടുകൂടി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തയ്യാറാകുക. നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അനന്തമായി ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുക, അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാൽ പ്രസിഡന്റിനെ അയക്കുക, ജനാധിപത്യപരമായി ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക, വൈസ് ചാൻസലർമാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക, സ്വന്തം നിലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുക, BJP ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുക. ഈ രൂപത്തിൽ കേരളം കണ്ട 24 ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ്, വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ. അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ കാണിച്ച അതേ പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്തത് ഭരണഘടനാപരമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ ബീഹാറിലും ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചട്ടുകമായി.
ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു. ഭരണഘടനാ സ്തംഭനമുണ്ടാക്കി. പിണറായി ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ഭരണഘടനാ സ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഭരണഘടനാ സ്തംഭനമായി. അതിൽ നിന്നെല്ലാം കേരള ഗവൺമെന്റ് രക്ഷപ്പെട്ടത് ജനങ്ങളുടെ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിലെ ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഗവർണറുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ എടുത്തിട്ടുള്ള നിലപാടും സഹായകരമായി. ഇനിയെങ്കിലും അദ്ദേഹം ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് കേരളീയരോട് മലയാളികളോട് തുറന്നു പറഞ്ഞ് കേരളം വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വ്യക്തിപരമായി ഒരു രൂപത്തിലും അദ്ദേഹത്തെ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. പരമാവധി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെ വ്യക്തിപരമായി അപമാനിച്ച ഘട്ടത്തിലാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഒരു സംഭവം, ഞാൻ അതിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ബന്ധം വിട്ടുപോയത്.